വരാനിരിക്കുന്നൊരു വസന്തത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അത് സംഭവിച്ചു കേട്ടോ റസൂലിൻ്റെ ജീവിതത്തിൽ. നഷ്ടപ്പെട്ടതൊക്കെ എത്ര മനോഹരമായാണ് തിരിച്ചു കിട്ടുന്നത്. എത്ര സുന്ദരമായി, എത്ര മധുരമായി പ്രതികാരം ചെയ്യാൻ കഴിയുന്നുണ്ട് റസൂലിന്. കഅബയുടെ താക്കോല് സൂക്ഷിച്ചിരുന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹ, അദ്ദേഹത്തോട് റസൂൽ ഒരിക്കൽ ആ താക്കോല് ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം കൊടുത്തില്ല. അപ്പം റസൂൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ കയ്യിൽ വരും, അന്ന് ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഉസ്മാൻ ഇബ്നു ത്വൽഹ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഖുറൈശികളുടെ അവസാനമായിരിക്കും, ഈ നാടിൻ്റെ അന്ത്യമായിരിക്കും. അപ്പം റസൂലുള്ള പറയാ, ഇല്ല, അപ്പോഴും നല്ല കാലം തന്നെ ആയിരിക്കും ഈ നാടിനും ഖുറൈശികൾക്കും. മക്ക വിജയ ദിവസം ആ താക്കോൽ റസൂലിൻ്റെ കയ്യിലാണ്. റസൂൽ അത് ആരുടെ കയ്യിലാണ് നൽകുന്നത് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് ഓരോ ആളും ആഗ്രഹിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു അത് പരസ്യമായി പറയുക പോലും ചെയ്തു. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുക്കുന്നത് ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലാണ്. നമ്മൾ പറയൂലേ, എനിക്കൊരു അവസരം കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കണം എന്നാണ് റസൂൽ പറഞ്ഞത്. എങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്? ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിൽ കഅബയുടെ താക്കോൽ തിരിച്ചു കൊടുത്തതുപോലെ. എത്ര മനോഹരമായ പ്രതികാര രീതിയാണ് ആ മഹാജീവിതം കാണിച്ചു തന്നത്. നമ്മൾക്കൊരവസരം കിട്ടിയാൽ നമ്മുടെ ശത്രുവിനെ നമ്മൾ വെറുതെ വിടൂ? നമ്മുടെ ശത്രുവിനെ നമ്മളെ അപമാനിച്ച മനുഷ്യന്, നമ്മളെ കരയിപ്പിച്ച മനുഷ്യന്, നമ്മളെ സങ്കടപ്പെടുത്തിയ മനുഷ്യന്, നമ്മൾക്കെതിരെ പലതും പറഞ്ഞു പരത്തിയൊരു മനുഷ്യന്, നമുക്കറിയാം അത് ആരൊക്കെയാണ് എന്ന്. ആ മനുഷ്യനോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാവം എന്തായിരിക്കും, അതെന്താകണമെന്ന് റസൂൽ ഏറ്റവും മനോഹരമായി പഠിപ്പിച്ചു തരികയായിരുന്നു ആ താക്കോല് തിരിച്ചു കൊടുത്തപ്പോൾ. സന്തോഷങ്ങളൊക്കെ തിരിച്ചു വരികയായിരുന്നു. ശിശിരകാലം മുഴുവനും വസന്തകാലമാവുകയായിരുന്നു. വറ്റിവരണ്ട ആ ജീവിതത്തിൽ പൂക്കളും ചെടികളൊക്കെ പിന്നീട് വിടരുകയായിരുന്നു. വിക്ടർ ഫ്രാങ്കിളിൻ്റെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ് കേട്ടോ. വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെങ്ങളെ അല്ലാത്ത മുഴുവൻ ആളുകളെയും ഇവർ കൊന്ന് ഇനി ജീവിക്കണില്ല തീരുമാനിക്കുകയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ജയിലറയിൽ കിടന്ന് ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഞരമ്പ് മുറിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം ഒരു ന്യൂറോ സർജൻ ആയിരുന്നു. ഒരു ന്യൂറോ സർജൻ അറിയാം ഏത് ഞരമ്പാണ് മുറിക്കേണ്ടതെന്ന്. പക്ഷേ വെളിച്ചമില്ല. മുകളിലേക്ക് കയറിയിട്ട് അദ്ദേഹം ഒരു ജനൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഋതുക്കൾ മാറിയിരിക്കണം. സീസണാകെ മാറിയിരിക്കുന്നു. യൂറോപ്പിൽ പെട്ടെന്ന് ഋതുമാറ്റങ്ങൾ സംഭവിക്കുമല്ലോ. ഇന്നലെ വരണ്ട് കിടന്ന മുറ്റത്താകെ ഇന്ന് പൂക്കളാണ്. അപ്പോഴാണ് വായിക്കുന്ന, ചിന്തിക്കുന്ന മനുഷ്യൻ ആലോചിച്ചത്, എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കാമല്ലോ. ഇന്ന് വരണ്ട് കിടക്കുന്ന എൻ്റെ ജീവിതത്തിൽ നാളെ പൂക്കൾ വിടരാലോ എന്ന്. അങ്ങനെ വിടർന്ന പൂക്കളാണ് മക്ക വിജയമടക്കമുള്ള റസൂലുള്ളാഹിയുടെ വിജയങ്ങൾ. പാഠങ്ങളാണ്. ആ ജീവിതം തന്നെ മഹാത്ഭുതമായി മാറുന്ന ആശ്ചര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ അതിൻ്റെ ഏറ്റവും ലാളിത്യത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എന്തും ലഭിക്കുമായിരുന്നു. എത്ര ആനന്ദപൂർണമായൊരു ജീവിതവും സാധ്യമായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ചുറ്റുണ്ടായിരുന്നു. പക്ഷേ എല്ലാ അധികാരവും എല്ലാ ശക്തിയും കൈവന്നപ്പോഴും എത്ര കുലീനമായാണ് റസൂൽ അതിൽ നിന്ന് മാറി നടന്നത്. ഗിവ് വേ ദ മോസ്റ്റ് ഡിഗ്നിഫൈഡ് വേ എന്ന് പറയൂലേ, മാറിക്കൊടുക്കലാണ് ഏറ്റവും മഹത്തായ വഴിയെന്ന്. സൗകര്യങ്ങളോട്, ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തോട് റസൂൽ എത്ര ദൂരെ നിന്നാണ് ജീവിച്ചത് എന്ന് ആലോചിച്ച് നോക്കൂ. അതായിരുന്നു ആ ജീവിതം.